ടൊയോട്ട എന്ന വാഹന നിർമ്മാണ കമ്പനിയിലെ ബീസ്റ്റ് സെഗ്മെന്റിലെ 2 വാഹനങ്ങളാണ് ടൊയോട്ട ഫോർച്യൂണർ എന്ന് പറയുന്നത്. ഇന്നത്തെ വീട്ടിൽ നമ്മൾ കൊടുക്കുന്ന സെയിലായിട്ട് കൊടുക്കുന്ന 2 വാഹനങ്ങളാണ്. ഇത് രജിസ്ട്രേഷൻ വണ്ടി കൂടി, ഇത് കേലാക്കിയ വണ്ടി കൂടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കാൻ വേണ്ടത് രണ്ടും ഓട്ടോമാറ്റിക് 2 വീൽ ഡ്രൈവ് എന്ന വാഹനം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലെ സ്വാഗതം. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ കൊടുക്കുന്ന 2 ഫോർച്യൂണർ ഇതാണ് ഈ കിടക്കുന്നത്. ഈ രണ്ടും 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വണ്ടി കൂടിയാണ്. ഇത് കേലാക്കിയ വണ്ടിയും ഇത് UK ഇപ്പോഴും നിലവിലുള്ളതാണ്. വിത്ത് NOC നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ റീസെൻ്റ്ലി കേൽ ആയ വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ തുടങ്ങാം. ഇത് 2013 മുതൽ ടൊയോട്ട ഫോർച്യൂണർ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. ഇത് ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് മാത്രമല്ല ടൊയോട്ടയുടെ വണ്ടികൾ പ്രത്യേകിച്ച് എന്നാൽ എത്ര ലക്ഷം ഓടിയാലും അതേ ഒരു ഫീൽ നമുക്ക് കൂടും. ഷോറൂം കണ്ടീഷൻ്റെ ഫീൽ ചെയ്യാൻ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ടൊയോട്ടയുടെ മെയിൻ ഹൈലൈറ്റ് പറയുന്നത്. അത്രയും വിശ്വസിച്ചെടുക്കാൻ വേണ്ടി ഒരു എഞ്ചിനാണ് ടൊയോട്ടയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് എക്സ്ട്രാ ചെയ്തുള്ള ക്രോം പ്ലേറ്റ് ആണ് ഒരു ഗ്രില്ലിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ അത് നേരെ നമ്മൾ ഹെഡ് ലാമ്പിൽ കയറി നിൽക്കുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ താഴെ ബമ്പർ ഇട്ട് കാണാം, ഫുള്ളൊരു ബ്ലാക്ക് ഫിനിഷിലെ ബമ്പർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹെഡ് ലാമ്പ് കാണാം, ഇത് പ്രൊജക്റ്റ് ലാമ്പാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഫോഗ് ലാമ്പ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു ഐബ്രോ ഫിനിഷ് ആ രീതിയിലാണ് നമ്മൾ ഫോഗ് ലാമ്പ് ഫേസ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ സൈഡിൽ കയറി നിൽക്കുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതും എക്സ്ട്രാ ചെയ്താണ് ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഈ ഒരു മിറർ ഇതെന്തിനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്താ പറയുക, ഇത് വലിയൊരു വണ്ടിയാണ്. നമ്മൾ സൈഡിൽ നിന്ന് ആ ഗ്ലാസ്സിൽ നിന്ന് ഇങ്ങോട്ട് കാണാൻ സാധിക്കില്ല. അത്രയും ഡിഫിക്കൽട്ടാണ്, അത്രയും വലിയൊരു ബീസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയാണ് ചെറിയൊരു കുഞ്ഞ് മിറർ ഇവിടെ വെച്ചിട്ടുള്ളത്. എന്തായാലും നല്ലൊരു കാര്യമാണ് ഒരു മിറർ എന്ന് പറയുന്നത്. വേറെ ക്യൂട്ടുള്ളൊരു മിററാണ് ഈ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ പുതിയ ടയേഴ്സല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്. അലോ വീൽസ് വന്നുകൊണ്ട് കണ്ടോ, അതിൻ്റെ കാലിപ്പിക്കേഴ്സൊക്കെ റെഡ് കളർ കൊടുത്ത് ഭയങ്കര സ്പോർട്ടി ഫീലായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്രീമിയം ഫീൽ ഉണ്ട് ആ ഒരു അലോ വീൽസ് കാണിക്കും. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഭയങ്കര ഭംഗിയുണ്ട് അത് കാണാൻ. ഇത് പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഡോർ ഹാൻഡിൽ ക്രോം ട്രീറ്റ്മെൻറ്റാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാസഞ്ചർ സൈഡ് എന്ന് പറയുന്നത്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇൻറ്റീരിയറാണ് വാഹനത്തിന് വന്നുള്ളത്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഗ്ലോ ബോക്സ് ഉണ്ട്. ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് വലിയൊരു SUV ആണ്. ഇവൻ്റെ ഒരു ഫീൽ അറിയണമെങ്കിൽ നമ്മൾ വീട്ടിൽ മുറ്റത്ത് നിർത്തിയിട്ടാലാണ് ആ വീടിനൊരു ഫീൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കുക അപ്പോഴാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് റോ എന്നുള്ളത്. അത് മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം കൂടിയാണ് കണ്ടോ. ഏത് വാഹനത്തിൻ്റെയും യൂസേഴ്സ് മനസ്സിലാക്കാൻ ഒരു സീറ്റും അതുപോലെ തന്നെ ആ ഒരു സ്റ്റിയറിംഗ് വീലും ശ്രദ്ധിച്ചാൽ മതി. അപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഒരു യൂസേഴ്സ് എങ്ങനെയാണെന്ന്. തീരെ ഡള്ളം കൂടി ആവാത്ത രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് റോ കയറാൻ ഈ ഒരു ലിവർ പ്രസ് ചെയ്തിട്ടാണ് സെക്കൻഡ് റോക്ക് കയറുന്നത്. അതുപോലെ തന്നെ ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് സീറ്റ്. നമുക്ക് ഫോൾഡ് ചെയ്ത് സാധിക്കും. കാരണം ബൂട്ട് സ്പേസ് അത്യാവശ്യം ലഭിക്കും ചെയ്യും ഫോൾഡ് ചെയ്താൽ. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് വലിച്ചു കഴിഞ്ഞാൽ ഒരു ഹാൻഡ് റെസ്റ്റ് നേരെ ക്ലോസ് ആക്കിയിട്ട് ബാക്ക് പ്രൊഫൈൽ കണ്ടത് നേരെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ട് വരാണ്. ബാക്കും പക്ക സ്റ്റോക്ക് രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സ്പ്ലിറ്റഡ് അല്ല ടെയിൽ ലാമ്പാണ് കൊടുത്തുള്ളത്. കാരണം ഒന്ന് നമ്മൾ ബോഡിയിലിട്ടും ഒന്ന് ടെയിൽ ഗേറ്റും കയറി നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു 3.0 എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫോർച്യൂണർ വലിയൊരു ബാഡ്ജിങ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബൂട്ട് സ്പേസ് അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസാണ് അതിന് കിട്ടിയിട്ടുള്ളത്. അത് സീറ്റ് ഫോൾഡ് ആക്കിയ ശേഷം താഴെ ടൂൾ കിറ്റും കാര്യങ്ങൾക്ക് താഴെ കൊടുത്തുള്ളത്. സ്പെയർ വീല് താഴെയാണ് സ്പെയർ വീലും കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ നമുക്ക് 7 സീറ്റർ യൂസ് ചെയ്യാൻ സാധിക്കും. റിക്ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഫുൾ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. നമ്മളിതിൻ്റെ ഡ്രൈവർ ക്യാബിൻ ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഒരു വെള്ളിയാഴ്ച കാറാണ് മുണ്ടൊക്കെ എടുത്ത് വന്നിരിക്കുന്നത്. പള്ളി കഴിഞ്ഞ് നേരെ ഷോറൂമിലോട്ടാണ് വന്നിരിക്കുന്നത്. ഓവറോൾ ഇതിൻ്റെ ഒരു കോപ്പിറ്റ് എന്ന് പറയാനുള്ളത്. ഒരു ബേസിക് ആയിട്ടുള്ള കൺട്രോൾസ് ഒരു സ്റ്റിയറിംഗ് വീലിന് അതിന് വന്നുള്ള ക്രൂയിസ് കൺട്രോളും കൊടുത്തിട്ടുണ്ട്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനം കൂടി. അത് സെക്കൻഡ് ഓപ്ഷൻ നിൽക്കുന്ന വാഹനമാണ്. അതുപോലെ സ്പീഡോമീറ്ററും RPM മീറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ പൊസിഷൻ കാരണം P പറഞ്ഞാൽ പാർക്കിലൊക്കെ എടുക്കുന്നത്. റിവേഴ്സ് ക്യാമറ. പിന്നെ AC കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടൈം മാറിയൊക്കെ എടുക്കണം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ബേസിക്കുള്ള കൺട്രോൾസാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് മാറ്റി ആൻഡ്രോയിഡ് സ്റ്റീറോ ചെയ്യാൻ സാധിക്കും. താഴെ കൺട്രോൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫോർ വീലിൻ്റെ ഗിയറില്ല, കാരണം ഇതൊരു 2 വീൽ ഡ്രൈവ് വാഹനമാണ്. സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഒരു L2 എന്ന് പറയുന്നത് നമ്മൾ ഹീലിലെ ഒരു കയറ്റം കയറുമ്പോൾ വണ്ടി കുറച്ചും കൂടി പവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ L-ലിട്ടാണ് നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി പവർ നമുക്ക് അതിന് കിട്ടും.
അതിനൊരു ഫീൽ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയും കുറച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി ഫോൾഡും റിക്ലൈനും മിറേഴ്സ് അതിലുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും സെക്യൂരിറ്റിൻ്റെ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഫോർച്യൂണർ ഇതാണ്. ഇത് UK രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. വിത്ത് NOC നമുക്ക് കേലാക്കും സാധിക്കും. ഇവിടുന്ന് നമുക്ക് കേല ആക്കി തരും. അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഫുള്ളൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഡിസൈൻ ചെയ്തൊരു ഗ്രില്ലാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഫുള്ള് ബ്ലാക്ക് തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രില്ലുണ്ട്. ക്രോമും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നോർമൽ ഹെഡ് ലാംപ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഹാലജൻ പ്രൊജക്ടർ താഴെയും കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് താഴെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഐബ്രോ, നേരത്തെ പറഞ്ഞ ഐബ്രോ ഫിനിഷിൽ തന്നെ അതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതും എക്സ്ട്രാ ചെയ്തുള്ള ട്രീറ്റ്മെൻ്റ് ആണിത്. ഇത് 1,90,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓപ്ഷൻ നിൽക്കുന്ന വാഹനമാണ്. 2014 മോഡലാണ് ഈ ടൊയോട്ട ഫോർച്യൂണർ എന്നായിട്ട്. ശരിക്കും ഒരു ബീസ്റ്റ് ലുക്കാണ് ടൊയോട്ട ഫോർച്യൂണർ കാണുന്നത്. കാരണം ഇതിനൊരു വാല്യൂ മനസ്സിലാക്കി കൂടുതലും ആൾക്കാർ നാട്ടിൽ യൂസ് ചെയ്യണ ഒരു പ്രമുഖർ യൂസ് ചെയ്യുന്ന ഒരു SUV കൂടിയാണ് ടൊയോട്ട ഫോർച്യൂണർ. ഒരു വീടിൻ്റെ മുറ്റത്ത് നിർത്തിയിടുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. വേറെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ 80 ടയേഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളത്. 90% ടയർ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ അലോവീൽസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അലോവീൽസ് ആണ് ഫ്രണ്ടിൽ വന്നുള്ളത്. ഫുഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം വലിയൊരു SUV ആണ്. ഡോർ ക്രോം ട്രീറ്റ്മെൻറ്റ് ഡിസൈനിൽ ഇതാണ് ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു ഇൻറ്റീരിയറാണ് വാഹനത്തിൽ വന്നുള്ളത്. സീറ്റ്സൊക്കെ കവറൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. തീരെ ഡള്ളും കാര്യങ്ങളും ആവാത്തൊരു ഇൻറ്റീരിയറാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ സെക്കൻഡോ നോക്കില്ല, അത്യാവശ്യം നല്ലൊരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 7 സീറ്ററാണ് വന്നുള്ളത്. പക്ഷേ ഇത് നമുക്ക് നേരെ ബാക്ക് പ്രൊഫൈലിൽ പോകുമ്പോൾ ഇതിൽ ടൈലാമ്പ് ലെക്സസ് ടൈപ്പിലാണ് ടൈലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാ ചെയ്താണ് സ്പ്ലിറ്റഡ് ടൈലാമ്പ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോർച്യൂണർ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ തന്നെ ബൂട്ട് സ്പേസ് വന്നുള്ളത്. നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സീറ്റ് ഫോൾഡ് ചെയ്ത് നമുക്ക് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. നമ്മൾ 7 സീറ്റർ വണ്ടിയാണ്. ഇത് ക്ലോസ് ചെയ്യാം. സ്പെയർ വീലിനൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സ്പെയർ വീല് വന്നിട്ടുള്ളത്. നേരെ ഡോറ് നമ്മൾ ഇൻറ്റീരിയർ ജസ്റ്റ് നോക്കിയിട്ടായിരുന്നു. നമ്മൾ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സ് കാണാൻ സാധിക്കും. കൂടെ കണ്ടോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡോർ പാഡ് തീരെ ഡള്ളും കൂടെ ആയിട്ടില്ല. ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ. ഇൻറ്റീരിയറും എക്സ്റ്റീരിയർ ആണെങ്കിലും. നേരെ വണ്ടിയുടെ ഡീറ്റെയിൽസ് നോക്കിയിട്ടായിരുന്നു. ഗൈസ്, തുണിയെടുത്ത് വ്ളോഗിനൊക്കെ സമ്മതിക്കണം. കുറച്ച് പണിയാണ് തുണിയൊക്കെ എടുത്ത് വ്ളോഗ് ചെയ്യാൻ. നേരത്തെ പറയുന്നത് ബേസിക്കലി കൺട്രോൾസ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. നമ്മൾ ക്രൂയിസ് കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ കീ ഒന്ന് ഇട്ട് വെക്കാം. ഇതാണ് കീ വന്നുള്ളത്. ബേസിക്കായി ലോക്ക് അൺലോക്ക് കീ തന്നുള്ളത്. കണ്ടോ, അൺലോക്ക് മീറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. RPM മീറ്റേഴ്സും സ്പീഡോമീറ്ററും അതിൽ കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുള്ളത്. മീഡിയയുടെ കൺട്രോൾസ് ഇവിടെ വന്നിട്ടുള്ളത്. മോഡ് മാറ്റാനുള്ളത്. പിന്നെ BT FM അതിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓഫാക്കി. അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് ടൊയോട്ട വണ്ടിയിൽ കാണുന്ന പോലെ ഒരു ചെറിയ ക്ലോക്കും അതിൽ കൊടുത്തിട്ടുണ്ട്. ഫോർച്യൂണർ ഓട്ടോമാറ്റിക്കായി പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട്. 2 വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ L2 നമ്മൾ ഇതിലിട്ടിട്ടാണ് നമ്മൾ വലിയൊരു ഹില്ല് കയറുമ്പോഴും വലിയ ലോഡായിട്ട് നമ്മൾ വലിയൊരു കയറ്റം കയറുമ്പോൾ ഇതിലിട്ടാണ് നമ്മൾ വണ്ടി കയറ്റേണ്ടത്. അപ്പോഴാണ് കുറച്ചുകൂടി പവർ ഇട്ട് വണ്ടിക്ക്. രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബേസിക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മളെ ഷാൻസിയർ തന്നെ യൂട്യൂബ് ചാനൽ കണ്ടു വരികയെന്ന് കുറച്ച് നിങ്ങൾ സ്പെഷ്യൽ ഓഫ് റോഡ് നമുക്ക് ലഭിക്കും. അത് വേറെ പ്രത്യേകത എന്ന് പറയുള്ളത്. അപ്പോൾ ഇത്ര കൂടുതൽ ഡീറ്റെയിൽസ് പറയാനുള്ളത്. ആനപ്പുറത്ത് നിന്ന് സഞ്ചരിക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു വണ്ടി വേണമെങ്കിലോ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. അപ്പോൾ അടുത്ത് വരുന്ന ചെറിയൊരു ബ്രേക്ക്.